ഈ ജെൻ ആൽഫയുടെ പ്രത്യേകത, അവർ ട്രൂ ഡിജിറ്റൽ നേറ്റീവ്സ് ആണ്. അവരവിടെ ജനിച്ചു വളർന്നവരാണ്, അവർക്ക് വേറെ ഒന്നും അറിയത്തില്ല. ഞാനിവിടെ വന്നപ്പോൾ, ഇവിടെ 2004 ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരു മൊബൈൽ ഫോൺ ഇല്ല, ഇന്റർനെറ്റ് ഇല്ല. അന്ന് ഞാൻ നമ്മുടെ BSNL ഓഫീസിൽ സെക്രട്ടറിയെ പറഞ്ഞു നമുക്കൊരു ബ്രോഡ്ബാൻഡ് കണക്ഷൻ ഉണ്ട്. അന്ന് എറണാകുളത്തേ ഉള്ളൂ, ഇവിടെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അന്നേരം ആ ഓഫീസർ ചോദിച്ചു ഈ സെക്രട്ടേറിയറ്റിനോട്, നിങ്ങൾക്ക് എന്തിനാ ബ്രോഡ്ബാൻഡ് എന്ന് ചോദിച്ചു. അച്ഛനത് കേട്ടിട്ട് ഇങ്ങോട്ട് പോകുന്നു, എന്റെ അടുത്ത് വന്ന് ചോദിച്ചു. അയാൾ തന്നില്ല. അയാൾ പറഞ്ഞു നിങ്ങൾക്ക് എന്തിനാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അച്ഛൻ ഒരു പണി ചെയ്യും, ഒന്നോടെ ചെന്ന് ചോദിക്ക്, നിങ്ങൾ എന്തിനാ ഇത് കൊടുക്കാൻ തീരുമാനിച്ചെന്ന്. നിങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ച ഏത് കാര്യത്തിനാണോ അതിനാന്ന് പറഞ്ഞാൽ മതി, വേറെ ഒരു ഉത്തരം പറയേണ്ടത്. അച്ഛൻ അങ്ങനെ തന്നെ എന്ന് പറഞ്ഞു. നിങ്ങൾ എന്തിനാ ഇത് കൊടുക്കുന്നതെന്ന് ചോദിച്ചു. അയാൾ എനിക്ക് ഞാൻ പാടുന്നു, അന്ന് അറിയത്തില്ലെങ്കിൽ അതിങ്ങനെ തന്നേച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് ഈ വയനാട്ടില് ബ്രോഡ്ബാൻഡ് കണക്ഷൻ എടുത്ത് ബിഷപ്പ് ഹൗസിലായിരുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? പറയാൻ പറ്റുന്നത് ഏതാണ്ട് ഇവരുടെയൊക്കെ ചിന്താഗതിയിൽ ജീവിക്കാൻ പറ്റുന്നതുകൊണ്ടാണ്. അല്ലെ നമ്മൾ പുറന്തള്ളപ്പെട്ടു പോകും. ഡിജിറ്റൽ നേറ്റീവ്സ് ആണ്. അപ്പോൾ അവര് എവിടെയാണ് ജനിച്ചു വീണത് തന്നെ? വേൾഡ് ഓഫ് സ്മാർട്ട് ഫോൺസ്, യൂട്യൂബ്, AI വോയിസസ്, വിഷ്വൽ തിങ്കേഴ്സ്, അതുപോലെ എല്ലാം ഈ പറയുന്ന ഇന്ററാക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് നടക്കുന്നവരാണ് അവര്. ഇന്ററാക്ടിവിറ്റി ആൻഡ് ഇൻസ്റ്റന്റ് ഫീഡ്ബാക്ക്. അവർക്ക് ഒരു 3 മിനിറ്റ് കൂടുതലൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് സാധിക്കില്ല ഒരിക്കലും. കാരണം അവരിങ്ങനെ റീൽസ് ഇങ്ങനെ കാണിച്ചു പഠിച്ചവരാണ്. മാത്രമല്ല ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇപ്പൊ അമ്മമാര്, നിങ്ങൾ തന്നെ അമ്മമാരുണ്ടാകും, കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? മൊബൈൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ TV ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഈ കുട്ടിയെ സംബന്ധിച്ച് കാണുന്നതെല്ലാം റിയലാണ്, അത് യാഥാർത്ഥ്യമാണ്. അപ്പൊ നമ്മുടെ കാർട്ടൂണിലൊക്കെ ഉള്ള ആളുകളുടെ മൂക്കൊക്കെ നോക്കുക, ഒരുത്തം പിടിച്ച് ഒരു വലി ഇങ്ങനെ നീണ്ടങ്ങ് പോവുകയാണ്. ഇതുകൊണ്ടാണ് ഈ കുട്ടികൾ മൂക്കയിലൊക്കെ പിടിച്ച് വലിക്കുന്നത്. കാരണം അവരുടെ ബ്രെയിൻ അങ്ങനെ അനുഭവപ്പെടുക, അവരുടെ ബ്രെയിൻ അങ്ങനെ. അതുകൊണ്ട് ടീച്ചറിന്റെ മൂക്കെ പിടിച്ച് വലിച്ചാൽ ഒരു കുഴപ്പമില്ലെന്ന് അവർ കരുതുന്നത്. അവർ നിങ്ങളെ ഉപദ്രവിക്കാനൊന്നുമല്ല. അതുപോലെ തന്നെ അവരെടുത്ത് ചാടും വേണമെങ്കിൽ. എന്തുകൊണ്ടാണ് എടുത്ത് ചാടുന്നത്? ഈ ബ്ലൂ വെയിൽസിലൂടെയൊക്കെ പോയി ചാകാൻ പോകുന്നത്. കാരണം അവരെ സംബന്ധിച്ചത് റിയലാണ്. അതുകൊണ്ടാണ് അവരുടെ ബ്രെയിൻ അങ്ങനെ അനുഭവപ്പെട്ടിരിക്കുന്നത്. ഈ TV-യിൽ കാണുന്ന യാഥാർത്ഥ്യമല്ലാത്ത കാർട്ടൂണുകളും അതുപോലെയുള്ള എല്ലാം അവരെ സംബന്ധിച്ച് റിയലാണ്. നിങ്ങൾ ഓർക്കണം, കുട്ടികളുടെ ബ്രെയിൻ ഒരു താബുള റാസ എന്ന് പറയും. ലത്തീൻ ഭാഷയില് താബുള റാസ ഇതുപോലെ ഇവിടത്തിരിക്കും, അവിടെ ഒന്നുമില്ല. ആദ്യമായിട്ട് അവരുടെ തലയിലേക്ക് എന്ത് കൊടുത്തോ, എന്ത് അവരുടെ ബ്രെയിനിലേക്ക്, അതായിരിക്കും അവരുടെ പ്രവർത്തന മാനദണ്ഡം. പിന്നീട് പ്രവർത്തിക്കുന്ന അതിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് ഇവർക്ക് തൊഴിക്കാനും ഇടിക്കാനൊന്നും പ്രയാസമില്ലാത്ത. കാരണം ഈ വീഡിയോ ഗെയിംസിൽ മുഴുവൻ അതാണ്. ഞാനൊരിക്കൽ എറണാകുളത്തോടെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഒരു ഇടവഴിന്ന് ഒരുത്തൻ, ഒരു 10-20 വയസ്സുണ്ട്, അവനിങ്ങനെ പോണം പോലെ എന്റെ വണ്ടിക്ക് ഇടിക്കാം. അപ്പൊ ഞാൻ പെട്ടെന്ന് നിർത്തി, അവനും നിർത്തി. അപ്പൊ ഞാൻ ചോദിച്ചു, എടാ മോനെ, നീ